നമസ്കാരം, KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ. പ്രധാന വാർത്തകൾ. കേരള പുലയ മഹാസഭ വാർഷിക സമ്മേളനത്തിനു മുന്നോടിയായി പതാക കൊടിമര ഘോഷയാത്ര നടന്നു. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് ജാഗ്രതാ സമിതികൾ സജ്ജമാക്കണമെന്ന് ഡോക്ടർ ജെ. പ്രമീള ദേവി. അരിയും ഗോതമ്പും പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് റേഷൻ വ്യാപാരികളുടെ കളക്ടറേറ്റ് മാർച്ച് ആലപ്പുഴയിൽ. വാർത്തകൾ വിശദമായി. കേരള പുലയ മഹാസഭ വാർഷിക സമ്മേളനം നെൽസൺ മണ്ടേല നഗറായ തലവടി AD സ്കൂളിൽ നടക്കും. ശനിയാഴ്ച നടക്കുന്ന വാർഷിക സമ്മേളനത്തിന് മുന്നോടിയായി പതാക കൊടിമര ഘോഷയാത്ര നടന്നു. മഹാത്മാ അയ്യൻകാളിയുടെ ഛായാചിത്ര ഘോഷയാത്രയും സംഘടിപ്പിച്ചിരുന്നു. നിരവധി KPMS പ്രവർത്തകരാണ് റാലിയിൽ പങ്കെടുത്തത്. ശനിയാഴ്ച രാവിലെ 9:30 യൂണിയൻ പ്രസിഡന്റ് K. വിശ്വനാഥൻ പതാക ഉയർത്തും. തുടർന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം ബൈജു കലാശാല ഉദ്ഘാടനം ചെയ്യും. ലാൽകുമാർ, P. ജനാർദ്ദനൻ, K. പ്രകാശ്, D. രാജു, ഭാർഗവി കേശവൻ, സുധാമണി തുടങ്ങിയവർ പങ്കെടുക്കും. വർദ്ധിച്ചുവരുന്ന അതിക്രമങ്ങൾ തടയുന്നതിന് ഏപ്രിൽ മാസം മുതൽ തദ്ദേശ സ്ഥാപനങ്ങൾ മുഖാന്തരം ജാഗ്രതാ സമിതികൾ സജ്ജമാക്കുമെന്ന് വനിതാ സെൽ കമ്മീഷൻ അംഗം ഡോക്ടർ ജെ. പ്രമീള ദേവി. ന്യൂ ജനറേഷൻ സിനിമകളുടെ അതിപ്രസരണമാണ് കലാലയങ്ങളിൽ അപക്വ പ്രണയം വർദ്ധിക്കാൻ കാരണമെന്നും പ്രമീള ദേവി പറഞ്ഞു. കലാലയങ്ങളിലെ പ്രണയത്തിലധികവും ചതിയിലാണ് അവസാനിക്കുന്നത്. ആലപ്പുഴയിൽ നടന്ന വനിതാ കമ്മീഷൻ അദാലത്തിൽ കേസുകൾ പരിഗണിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. മകൻ അമ്മയുടെ സ്വത്ത് തട്ടിയെടുക്കുന്നുവെന്ന പരാതി ഉൾപ്പെടെയുള്ള 75 കേസുകൾ പരിഗണിച്ചു. 32 കേസുകൾ തീർപ്പാക്കി. വെട്ടിക്കുറച്ച അരിയും APL ഗോതമ്പും പുനഃസ്ഥാപിക്കുക, മിനിമം വേതനം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സമരം നടത്തി. ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിലാണ് കേരള സ്റ്റേറ്റ് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടന്നത്. ജില്ലയിലെ റേഷൻ കടകൾ അടച്ചാണ് വ്യാപാരികൾ സമരത്തിൽ പങ്കെടുത്തത്. തുടർന്ന് കളക്ടറേറ്റ് പടിക്കൽ നടന്ന ധർണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതിഭ ഹരി ഉദ്ഘാടനം ചെയ്തു. പൊതുജന സമ്പ്രദായം കാര്യക്ഷമമായി നടപ്പാക്കണമെന്നും റേഷൻ വ്യാപാര രംഗത്ത് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി വെല്ലുവിളികൾ അതിനെ അതിജീവിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള പുതിയ നയങ്ങൾ ആവിഷ്കരിക്കണമെന്നും സെയിൽസ്മാനും വ്യാപാരിക്കുമൊക്കെ ആവശ്യമായ മിനിമം വേതനം ഉറപ്പാക്കണമെന്നും ഒക്കെയുള്ള ഉജ്ജ്വലമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ശക്തമായ ഒരു പ്രക്ഷോഭ സമരത്തിലേക്ക് റേഷൻ വ്യാപാരികൾ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, ഇവിടെ ഇന്ന് ഈ സമരത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യമല്ല. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ മോഹൻ ഭരണിക്കാവ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കൺവീനർ പൈക്കൽ സത്താർ, തോമസ് കുട്ടി, കലബൂർ വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ തലം മുതൽ പാഠ്യപദ്ധതിയിൽ നിയമപഠനം ഉൾപ്പെടുത്തണമെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ N. പത്മകുമാർ. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ PR ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന നിയമ ബോധവൽക്കരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ST കോളേജ് ഗോൾഡൻ ജൂബിലി ഓഡിറ്റോറിയത്തിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ ജില്ലയിലെ പാചകവാതക വിതരണം സംബന്ധിച്ച് ഫെബ്രുവരി 7-ന് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരാനിരുന്ന ജനപ്രതിനിധികളുടെയും പാചകവാതക കമ്പനി അധികൃതരുടെയും വിതരണ ഏജൻസികളുടെയും ഉപഭോക്തൃ സംഘടനാ പ്രതിനിധികളുടെയും യോഗം ഫെബ്രുവരി 8-ന് ഉച്ചയ്ക്ക് 12-ലേക്ക് മാറ്റിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. യോഗത്തിൽ കേന്ദ്ര വ്യോമയാന സഹമന്ത്രി KC വേണുഗോപാൽ പങ്കെടുക്കും. സംസ്ഥാന മത്സ്യത്തൊഴിലാളി കടാശ്വാസ കമ്മീഷൻ ആലപ്പുഴ ജില്ലയിലെ അപേക്ഷകൾ പരിഗണിക്കുന്നതിന് ഫെബ്രുവരി 10-ന് രാവിലെ 10:30-ന് ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ സിറ്റിംഗ് നടത്തും. നോട്ടീസ് ലഭിച്ചിട്ടുള്ളവർ നിർദ്ദേശിച്ച രേഖകൾ സഹിതം ഹാജരാകണമെന്ന് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. നെടുമുടി പൂപ്പള്ളി കരുവാറ്റ റോഡിൽ ചമ്പക്കുളം BSNL-ന് സമീപത്തെ കൊടുംവളവിൽ അപകടം പതിവാകുന്നു.
ഈ ഭാഗത്ത് റോഡ് ഇടിഞ്ഞു കിടക്കുന്നതും കൊടും വളവുമാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. അമിതഭാരം കയറ്റിയ ടിപ്പറുകളുടെ പാച്ചിലാണ് റോഡിന് വിനയായത്. ഈ ഭാഗം ബലപ്പെടുത്തുവാനുള്ള അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ റോഡ് ഭയങ്കര അപകടകരമാണ്. ഞങ്ങൾക്ക് സ്കൂളിലോട്ടൊന്നും സമയത്തിന് എത്താനൊന്നും പറ്റുന്നില്ല. 2 കിലോമീറ്റർ സൈക്കിളോട്ട് ഞങ്ങൾക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സമയത്തിന് സ്കൂളിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ബസ്സിന്റെ ഒരു സർവീസ് പോലില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ബസ് സർവീസ് നടത്തി തരണമെന്ന് ഞങ്ങൾ ആദ്യം തന്നെ അപേക്ഷിക്കാം. ഈ റോഡ് ഭയങ്കര നഷ്ടമാണ്. ഇവിടെ പിന്നെ 2 വണ്ടികൾക്കൊന്നും കടന്നു പോകാനൊന്നും പറ്റുന്നുള്ള സ്ഥലമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ റോഡൊന്ന് നന്നാക്കി ഞങ്ങൾക്ക് ഒരു ബസ് സർവീസ് നടത്തി തന്നേ പറ്റൂ. ഞങ്ങൾക്ക് ആ വളവ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഈ കൽക്കെട്ട് പെട്ടെന്ന് ആരും ശ്രദ്ധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അപകടങ്ങൾ ഒരുപാട് ഉണ്ടാകാനും സാധ്യത കൂടുതലാണ്. കഞ്ഞിപ്പാടത്തൂടെ പോകുന്ന മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം തുടങ്ങി ജങ്കാറുടെ വന്നപ്പോൾ ആയിരക്കണക്കിന് വാഹനങ്ങൾ ആ ദിവസവും ഇത് കടന്നു രാപകൽ ഒരുപോലെ. അതുപോലെ ആംബുലൻസ് ഇവിടെ ഒരു വണ്ടി പാസ് ചെയ്യാനുള്ള സൗകര്യം ഇപ്പോൾ ഇവിടെ ഇല്ല. ഇത് വളരെ നിസ്സാരമായ ഒരു പണിയെ തീർക്കാവുന്നത് റോഡാണ്. ഈ റോഡെന്ന് പറയുമ്പോഴത്തേക്കും ഉണ്ടാക്കിയിട്ട് വർഷങ്ങളായെങ്കിൽ ഇതിലെ സൈഡ് കൽക്കെട്ടില്ല. അതാണ് പ്രധാനമായിട്ടും. അതോടൊപ്പം വളവിൽ സൈൻ ബോർഡും സ്പീഡ് ബ്രേക്കറും സ്ഥാപിക്കേണ്ടതുണ്ട്. പൊതുജനങ്ങളുടെ ജീവനും ഗതാഗതത്തിനും സൗകര്യമൊരുക്കേണ്ടവർ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ആലപ്പുഴ ജില്ലാ യുവജനക്ഷേമ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വനിതാ ശില്പശാല സംഘടിപ്പിക്കുന്നു. സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ, സ്ത്രീയും സമൂഹവും, സ്വയം സുരക്ഷാ പരിശീലനം തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസും ആഭരണ നിർമ്മാണ പരിശീലനവുമാണ് ഉദ്ദേശിക്കുന്നത്. താൽപര്യമുള്ള 15നും 40നും മധ്യേ പ്രായമുള്ള വനിതകൾ ഫെബ്രുവരി 15-നകം ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ, ജില്ലാ യുവജന കേന്ദ്രം, ADC ഓഫീസ്, കളക്ടറേറ്റ്, ആലപ്പുഴ എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് അമ്പലപ്പുഴ താലൂക്കിലെ ജനങ്ങൾക്ക് വേണ്ടി ആലപ്പുഴ EMS സ്റ്റേഡിയത്തിൽ നടത്തുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ് ഗോൾഡൻ മെഡിഫെസ്റ്റ് ഫെബ്രുവരി 7-ന് ആരംഭിച്ചു. വൈകിട്ട് 6:30-ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മെഡിഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജില്ലയിൽ അനധികൃത ചിട്ടി നടത്തിപ്പിനെതിരെ പരിശോധന കർശനമാക്കുമെന്ന് ജില്ലാ കളക്ടർ N. പത്മകുമാർ അനധികൃത ചിട്ടികൾ തടയുന്നതിനായി ചേർന്ന ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിൽ അധ്യക്ഷം വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു ചിട്ടിയുടെ രജിസ്ട്രേഷൻ നമ്പരിന്റെ മറവിൽ അനധികൃതമായി രേഖയില്ലാതെ വ്യക്തികളും സ്ഥാപനങ്ങളും ചിട്ടി നടത്തി പൊതുജനങ്ങളെ കബളിപ്പിക്കുന്നെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് യോഗം ചേർന്നത്. പോലീസിന്റെയും സെയിൽസ് ടാക്സിന്റെയും രജിസ്ട്രേഷൻ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പരിശോധന കർശനമാക്കാൻ കളക്ടർ നിർദ്ദേശിച്ചു. ചമ്പക്കുളം ഇലക്ട്രിസിറ്റി ഓഫീസിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആലപ്പുഴ ഡിവിഷണൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബീന പയസ് നിർവഹിച്ചു. ഇങ്ങനെ ഒരു ലേഡീസ് ഉള്ള ഒരു ഓഫീസ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ ഈ ഒരു ഓഫീസിനെ ഇങ്ങനെ ആക്കി എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അന്ന് ഒരു ഊഹമില്ലായിരുന്നു. പക്ഷെ ഇതിപ്പോ കണ്ടപ്പോൾ നല്ല പുതിയ ബിൽഡിംഗ് പോലെ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നു. എടത്വ സബ് ഡിവിഷണൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. KSEB ഉദ്യോഗസ്ഥരായ രാമചന്ദ്രൻ നായർ, വിഷ്ണു S. കരുൺ, കരയോഗ ഭാരവാഹികൾ രാജഗോപാൽ, ഗോപാലകൃഷ്ണ പണിക്കർ എന്നിവർ സംസാരിച്ചു. അക്ഷയ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം വിലയിരുത്താൻ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ N. പത്മകുമാർ കളക്ടറേറ്റിൽ ചേർന്ന ജില്ലാ ഗവേണൻസ് സൊസൈറ്റിയുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേണൻസ് പദ്ധതി പ്രകാരം അക്ഷയ കേന്ദ്രങ്ങൾ വഴി പരമാവധി സർട്ടിഫിക്കറ്റുകൾ നൽകണം. ഇതുമായി ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസർമാരുടെ യോഗം വിളിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മാർച്ച് 2013 മുതൽ 3,38,810 അപേക്ഷകൾ ലഭിച്ചതിൽ 3 ലക്ഷത്തിലധികം സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനായി നൽകിയതായി അക്ഷയ ജില്ലാ കോർഡിനേറ്റർ ADCM രവീന്ദ്രൻ അറിയിച്ചു. വില്ലേജ് തലത്തിൽ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എഞ്ചിനീയർമാരെ നിയമിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പുളിങ്കുന്ന് താലൂക്ക് ആശുപത്രിയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ദിവസവേതനത്തിന് എക്സ്റേ ടെക്നീഷ്യനെ നിയമിക്കുന്നു. സർക്കാർ അംഗീകൃത കോഴ്സ് പാസ്സായവർ ഫെബ്രുവരി 14-ന് രാവിലെ 11-ന് രേഖകളുമായി ആശുപത്രിയിൽ ഹാജരാകണം. ദിവസം 275 രൂപ വേതനം ലഭിക്കും. കൂടുതൽ വിവരം പുളിങ്കുന്ന് താലൂക്ക് ആശുപത്രിയിൽ ലഭിക്കും. വാർത്തകളിൽ ഇനി ഇടവേള. KCB വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി.
സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീട് ഉണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിയമ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് മാർച്ച് 1 മുതൽ ജില്ലയിൽ സമരം നടത്തുമെന്ന് ഓൾ കേരള സൌണ്ട് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 9ാം സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 11 മുതൽ 13 വരെ തിരുവനന്തപുരത്ത് നടക്കും. 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളന പരിപാടികൾ ഫെബ്രുവരി 11 തീയതി ഉച്ചയോടെ ആരംഭിക്കുന്ന വർണ്ണോജ്വലമായ സാംസ്കാരിക ഘോഷയാത്രയോടെ തുടക്കം കുറിക്കും. തുടർന്ന് പുത്തരിക്കണ്ടം മൈതാനിയിൽ നടക്കുന്ന പൊതുസമ്മേളനം ധനകാര്യമന്ത്രി KM മാണി ഉദ്ഘാടനം ചെയ്യും. 12 നടക്കുന്ന പ്രതിനിധി സമ്മേളനം കോഓപ്പറേറ്റീവ് ബാങ്ക് ടവറിൽ MA ബേബി ഉദ്ഘാടനം ചെയ്യും. അപകടം പതിയിരിക്കുന്ന യാത്രയിൽ തകർന്നത് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്. ഒപ്പം കണ്ണീരുണങ്ങാത്ത രാപ്പകലുകളും. ഒരു റിപ്പോർട്ട്. ചങ്ങനാശ്ശേരി ഉറവയിൽ മറ്റത്തിൽ സോനുവിന്റെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തിയ അപകടം നടന്നത് 2013 ജനുവരിയിലാണ്. സുഹൃത്തിനൊപ്പം ബൈക്കിന്റെ പിന്നിൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു എതിരെ വന്ന ലോറിയുമായി കൂട്ടിയിടിച്ചത്. അപകടത്തിൽ തലച്ചോറിനേറ്റ ക്ഷതം മൂലം കൈകാലുകൾ തകർന്ന് കിടപ്പിലായി. ചികിത്സയ്ക്കും മറ്റുമായി ലക്ഷങ്ങൾ കടം വാങ്ങി. സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയില്ലാത്ത സോനുവിന്റെ കുടുംബം പുറമ്പോക്കിൽ നിർമ്മിച്ച ഷെഡിലാണ് താമസം. 8 വർഷങ്ങൾക്ക് മുൻപ് പിതാവ് സോമൻ മരിച്ചതിനെ തുടർന്ന് മാതാവ് ഓമന വീട്ടുജോലിക്ക് പോയിട്ടാണ് കുടുംബം പോറ്റുന്നത്. നിത്യച്ചെലവിന് പോലും ബുദ്ധിമുട്ടുന്ന കുടുംബത്തിന് ഏക ആശ്വാസം സോനുവിന്റെ കൂടെ പഠിച്ച NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടിലെ സുഹൃത്തുക്കളുമാണ്. ഇവരുടെ സഹായത്താലാണ് മിക്കവാറും സോനുവിന് മരുന്നിനുള്ള തുക കണ്ടെത്തുന്നത്. കാലിലൊരു ഓപ്പറേഷൻ നടത്തിയാൽ സോനുവിന് നടക്കാൻ സാധിക്കും. എന്നാൽ ഇതിനുള്ള പണം ഈ അമ്മയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. വിദഗ്ധ ചികിത്സ എന്നത് ലക്ഷങ്ങളുണ്ടെങ്കിലേ നടക്കൂ. എന്നാൽ പ്ലാസ്റ്റിക് ഷീറ്റുകളാൽ മറച്ച കൂരയ്ക്കുള്ളിൽ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ഈ അമ്മയ്ക്ക് മകന്റെ ചികിത്സയ്ക്കായി ദൈവത്തിന്റെ അദൃശ്യകരങ്ങൾ തന്നെ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ആശുപത്രിയിൽ പിന്നെ ഇത് ആക്സിഡന്റ് നടന്ന സമയത്ത് തന്നെ പിള്ളേരെല്ലാരും കൂടെ 100-400 പിള്ളേരുണ്ടായിരുന്നു. എടുത്തുകൊണ്ട് പുഷ്പഗിരിയിലൊക്കെ കൊണ്ടുപോയി നാട്ടുകാരുടെ പിരിവിലും അങ്ങനെ ഇങ്ങനെയൊക്കെ. എന്റെ ഭർത്താവ് മരിച്ചിട്ട് 7 വർഷമായി. എന്റെ കുഞ്ഞ് ഒരു മൂത്ത മോക്ക് 23 വയസ്സ്, ഇവന് 18 വയസ്സും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വീടുമില്ല, കൂടുമില്ല, ആളുമില്ല, അർത്ഥവുമില്ല. എന്റെ അമ്മ മരിച്ചുപോയി, എന്റെ സഹോദരങ്ങൾ. പിന്നെ ഇവനെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകണം 8,000 രൂപ 7,000 രൂപ വണ്ടി പിടിച്ച് പോകാനൊന്നും എനിക്ക് യാതൊരു മാർഗവുമില്ല. ഈ ഗുളികയും മരുന്നും ഒക്കെ മേടിക്കണമെങ്കിൽ ഞാൻ നിൽക്കുന്ന വീടുകളിൽ നിന്നൊക്കെ കുറേശ്ശെ പൈസ. ഇപ്പൊ അടുത്ത മാസം വീണ്ടും ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് യാതൊരു ലക്ഷ്യം. ഞാൻ ഓരോ വീടുകളിൽ പോയി പണി ചെയ്ത് എന്റെ കുഞ്ഞുങ്ങളെ നോക്കുകയും വളർത്തുകയും ഒക്കെ ചെയ്യുന്നത്. എനിക്ക് യാതൊരു മാർഗവും എനിക്ക് കാണുന്നില്ല. എനിക്ക് വേല ചെയ്ത് തരണ്ട. എന്റെ കുഞ്ഞാണ് ഇരിപ്പിരിക്കുന്നത്. മൃഗസംരക്ഷണ വകുപ്പിൽ പന്തളം ബ്ലോക്കിൽ വൈകിട്ട് 6 മുതൽ രാവിലെ 6 മണി വരെ ജോലി ചെയ്യുന്നതിന് കരാർ വ്യവസ്ഥയിൽ വെറ്റിനറി സർജൻമാരെ നിയമിക്കുന്നു. താൽപര്യമുള്ള രജിസ്റ്റേർഡ് വെറ്റിനറി സർജൻ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ സഹിതം ഫെബ്രുവരി 20 രാവിലെ 11 മണിക്ക് മിനിയൂർ സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ ഇന്റർവ്യൂവിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയത്ത് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസുമായി ബന്ധപ്പെടണം. കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം 4നും 15നും മധ്യേ പ്രായമുള്ള കുട്ടികൾക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള നാഷണൽ ചൈൽഡ് അവാർഡ് ഫോർ എക്സെപ്ഷണൽ അച്ചീവ്മെന്റ് അവാർഡിന് ഈ വർഷം പരിഗണിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. വിദ്യാഭ്യാസം, കല, സാഹിത്യം, കായികം തുടങ്ങിയ രംഗങ്ങളിൽ നിരവധി നേട്ടങ്ങൾ ലഭിച്ച കുട്ടികൾക്ക് അവാർഡിന് അപേക്ഷിക്കാം. കുട്ടികൾക്ക് നേരിട്ട് അപേക്ഷിക്കാം.
സംഘടനകൾ വ്യക്തികൾക്ക് അർഹരായ കുട്ടികളെ കണ്ടെത്തി നാമനിർദ്ദേശവും സമർപ്പിക്കാം. ഇംഗ്ലീഷിനുള്ള ബയോഡാറ്റ ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ ഫെബ്രുവരി 28 മുൻപ് ലഭ്യമാക്കണം. നെടുമുടി കൊട്ടാരം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം വെള്ളിയാഴ്ച നടന്നു. ക്ഷേത്ര മേൽശാന്തി ബ്രഹ്മശ്രീ മോഹനൻ നമ്പൂതിരി പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകർന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമായി. വ്രതശുദ്ധിയോടെ സ്ത്രീകൾ അർപ്പിക്കുന്ന പൊങ്കാല നിവേദ്യം എല്ലാ വർഷവും മകരമാസത്തിലെ കാർത്തിക നാളിലാണ് നടക്കുന്നത്. ഐശ്വര്യവും സമൃദ്ധിയും പ്രദാനം ചെയ്യുന്ന പൊങ്കാല മഹോത്സവത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ചമ്പക്കുളം തേവലക്കാട് ഗണപതി ക്ഷേത്രത്തിലെ 7ാമത് കലശ മഹോത്സവം വെള്ളിയാഴ്ച ക്ഷേത്ര സന്നിധിയിൽ നടന്നു. ക്ഷേത്രം തന്ത്രി പുതുമന മധുസൂദനൻ നമ്പൂതിരിയുടെയും മേൽശാന്തി കേശവൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. വൈകിട്ട് കല്ലമ്പള്ളി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ദേശതാലപ്പൊലിയും തുടർന്ന് ദീപാരാധനയും ഭഗവതി സേവയോടും കൂടി കലശ മഹോത്സവത്തിന് സമാപനമായി. ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ പുളിങ്കുന്ന് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. ഭൂരഹിത കർഷകർക്ക് പ്രയോജനം ലഭിക്കത്തക്ക വിധത്തിൽ 2ാം ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം പ്രസിഡന്റ് ജോസഫ് മാമ്പൂത്ര അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് BR കൈമൾ, VT ജോസഫ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കേരള പുലയ മഹാസഭ വാർഷിക സമ്മേളനത്തിനു മുന്നോടിയായി പതാക കൊടിമര ഘോഷയാത്ര നടന്നു. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് ജാഗ്രതാ സമിതികൾ സജ്ജമാക്കണമെന്ന് ഡോക്ടർ ജെ പ്രമീള ദേവി. അരിയും ഗോതമ്പും പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് റേഷൻ വ്യാപാരികളുടെ കളക്ടറേറ്റ് മാർച്ച് ആലപ്പുഴയിൽ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.